മീനാ. ഹലോ ഗൈസ്, വാട്സപ്പ്. മീൻ പിടിക്കാൻ പോയാലോ എന്നുള്ളൊരു പ്ലാനിങ് നിൽക്കുക. മീൻ പിടിക്കാൻ അതിന് ബൈറ്റ് വേണ്ടേ? നമുക്കിവിടെ മണ്ണരുണ്ടോ നോക്കാം. ഇവിടെ കാണും. കാര്യമെന്ന് വെച്ചാൽ ഈ ഇവിടെയൊക്കെ പോച്ചെത്തിയപ്പോഴത്തേക്ക് മണ്ണൻ്റെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോയി തൂമ്പെടുത്തോണ്ട് കൊണ്ടുനോക്കാം. നമുക്ക് ഇവിടെ കുഴിച്ചു നോക്കാം. ഇവിടെ ഇച്ചിരി നനവുണ്ടായിട്ട് കാണും, കാണാതിരിക്കത്തില്ല, കാണും. മുഖമൊക്കെ ഒരു മാതിരി രീതി ഉറങ്ങിനീറ്റേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്നിട്ട് മീന് ആഹാരം കൊടുക്കാൻ പോകും. നല്ല അടിപൊളി. കുഴിച്ചു നോക്കാം. വേണ്ടേ കേസ്, ഇവനെയാണ് നമ്മൾ നോക്കിയത്. കണ്ട, ഇവനെയാണ് നമുക്ക് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരെണ്ണമൊന്നും പോരാ, ഇനിയും വേണം. അത് കുറേ ഒപ്പിക്കാം. ആണ്ടേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവുമായിരിക്കും. ഇവിടെ ഇത്രേ ഉഴുതിട്ടപ്പോഴാണ്ട് ഇത്രയെങ്കിലും കിട്ടിയത്. ഇനിയിപ്പം മരക്കമ്പൊക്കെ നാളെ ആ രീതിയിലൂടെ എല്ലാം ഉഴുതിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തുകൊണ്ട് പോവാം. തൂമ്പെടുക്കണം. അപ്പോൾ തൂമ്പെടുത്ത് ഇത് സെറ്റ് ചെയ്തിട്ട് അമ്മ എടുത്തിട്ട് പോയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ മണ്ണരയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇനി വേറെ 2 അവന്മാരും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവന്മാരെ കൂടെ വിളിച്ചുകൊണ്ട് നേരെ എന്താ പറയുക, മീൻ പിടിക്കുന്നിടത്ത് അവിടെ പോയി കിട്ടുമെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ അതുവഴി പോയപ്പോഴത്തേക്ക് 2 അവന്മാർ പിടിക്കുന്ന കണ്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഇട്ട് പോകും അങ്ങോട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. സാധനമൊക്കെ ആയിട്ട് അങ്ങനെ നേരെ എന്താ പറയുക, അമ്മയുടെ അടുത്തോട്ട് പോകാൻ നമ്മൾ. ഒരുപാട് പോണ്ടേ ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വിട്ട്. അവിടെ ടാക്സി ഇരിക്കുന്നുണ്ടോ? അവിടെ ആണ് നമുക്ക് ഇറങ്ങേണ്ടത്. കുറച്ചുകൂടി മുമ്പോട്ട് വിട്ട്. അതാണ്ട് അവിടെ റൈറ്റ് സൈഡ് വലത്തോട്ട് കിടന്നു. ആളുണ്ട് മീൻ പിടിക്കാൻ ആളുണ്ട്. ഈ കുളത്തില് ഇവിടെ ആളുണ്ടാ. ഇവിടെ കരട്ടെ. അതെന്തുവാ ഇത് നമ്മളെ നേർച്ചുണ്ട് കേട്ടാ മീൻ ആഹാരം കൊടുക്കാൻ. സൈഡിൽ കൂടെ നടന്നു പോകാൻ പറ്റുമെങ്കിൽ എങ്ങനെയും പോട്ട്. ഞാൻ സംഭവിച്ചാൽ ഇവിടെ വരാൻ നേരത്ത് ഈ ഒരു പൂശിനെ തന്നെ ഇടാടാ. ഇവിടെ ഇട്ട് നോക്കാം. ഇവിടെ ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം. കണ്ടിട്ടുണ്ട് എന്തോ മഴ നമ്മള് മീൻ പിടിക്കാൻ വന്നപ്പോ എന്തോളാ മഴ. ഇത്രയും നേരം വെയിലായിരുന്നു. രാവിലെ 7 മണി ആയിട്ടേ ഉള്ളു. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഒരു പുണ്യാണെങ്കിൽ വിളിച്ചിട്ട് ഉച്ചവും. എടാ കളിയും കണ്ട് കിടന്ന് ഉറങ്ങിപ്പോടാ. 3 മണിക്ക് കളി കണ്ട് കഴിഞ്ഞത്. ജർമ്മനിയുടെ കളിയും കണ്ടോണ്ടിരുന്നത്. കറണ്ടും പോയി, ചാർജ് ഇല്ലായിരുന്നു ഫോൺ കുത്തിയിടാൻ പോലും. അയാളെ പിടിച്ചേ ഇവിടെ മരങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് വിട്ടു, അവിടെ മരമുണ്ട്. പോണ്ട, അവിടെ വട്ടയിൽ പോണ്ട, വട്ടയുടെ കമ്പ് പിടിക്കാം.
കാണിച്ചെന്ന് പറയില്ല, നമ്മളെന്തായാലും മണ്ടത്തരം കാണിക്കും. ഇത്രയും വലിയ മീനെ പിടിച്ചോണ്ട് ഇത്രയും വലിയ മാതിരി പിടിച്ചോണ്ട് ഏതോ ഒരെണ്ണം വലിയ വരാലിനെ പിടിച്ചത് അറിഞ്ഞ് സാദിക്ക് ഇറങ്ങിയേക്കുകയാണ് മീനെ പിടിക്കാൻ. പണ്ടത്തെ നൊസ്റ്റാലിയ ആലോചിച്ചാണ് സാദിക്ക് ഇപ്പം വന്നേക്കുന്നത്. ചൂണ്ടയിട്ട് കിട്ടിയില്ലെങ്കിൽ തോർത്തില്ലാത്തോണ്ട് വൈഫിന്റെ ഷാൾ എടുത്തോണ്ട് വന്നേക്കുക. ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്തേക്കുന്നത് സാദിഖ് കൊളപ്പാടം. വൗ ബ്യൂട്ടി. ഇതൊന്നും ഞങ്ങൾ അടിക്കുകയല്ല, ഇതിവിടെ കടന്ന സാധനം. ചൂണ്ട ഓക്കെ, പക്ഷെ ഇതൊന്നും ഞങ്ങൾ അടിച്ച സാധനമല്ല. കൊള്ളാല്ലേടാ, ഇങ്ങോട്ട് നോക്കെ ഒരു വ്യൂ കൊള്ളാം. സീനറി സാധനം ഒളിയാ. ഒന്ന് കാട്ടിക്കേറ്റിട്ട് ഇത് കമ്പൊന്നും ഇല്ലാതെ കണ്ട കറക്റ്റ് പാമ്പറാത്. ഓ നോക്കേ, എന്തോ പൊന്നളിയാ പൊളി സാധനം നോക്ക. പൊന്നളിയാ സീൻ സാധനം കേട്ടാ. ഇത് കിട്ടത്തില്ലല്ലേ, ഇത് ക്ലാരിറ്റി കുറവാണ്ടേ. ഐഫോൺ വാങ്ങിയില്ലേ, ഈ പബ്ജി ഗെയിം കളിക്കാൻ വേണ്ടി എടുത്ത സെറ്റല്ലേ. പോട്ട് കയറോട്ടെ അല്ലെ, എന്തായാലും സംഭവിച്ച ഞങ്ങൾ രണ്ടുപേരുണ്ട്. നിനക്ക് ധൈര്യമായിട്ട് വിത്ത് എവിഡൻസ് ഉണ്ട്. അല്ലെ അതാ, ഇത് നല്ല നീളമുള്ള കമ്പാ, അത് പറഞ്ഞ മതി. മൊത്തം 2 മതി, ഒരെണ്ണം കഴിച്ചുകൊണ്ടേല്ലേ. സൂപ്പർ സാധനം വേറെ ഇരിക്കുന്നില്ലേ, ആ സാധനം കണ്ടപ്പോഴത്തേക്ക് പേടിയായി. നീ അകത്തോട്ട് പോണ്ട. പക്ഷെ എന്തേലും എന്താ പറയാ, നല്ല കമ്പ്യൂട്ട് കഴിഞ്ഞ സെറ്റാ. ഇവനെ കൊണ്ടൊന്നും നടക്കത്തില്ല വെറുതെ. നീ വെളി കയറാൻ പോണ കരോ കരോ. പക്ഷെ വളവാ നിഷാദേ. ഓഹോ, ഈ അമ്പത് അത് കനയില്ലടാ. പക്ഷെ ഈ സ്ഥലം കൊള്ളല്ലേ, സ്ഥലം അങ്ങ് പൊളിച്ച്. അല്ലയാ ചൂണ്ട ഇട്ട് നോക്കണം. ഇതൊക്കെ ഒരു കലയാ, കാണിച്ചു തരാൻ. ഇങ്ങനെ കൊണ്ട് വെക്കണം. അവൻ കണ്ട റീലിലൊക്കെ കണ്ട ടിപ്സും കണ്ട് പഠിച്ചുകൊണ്ട് വന്ന് ചൂണ്ട ഇട്ടുക. ഫിഷിംഗ് ബ്രീസിൽ മറ്റേ സംഭവം തെറ്റുമോ എന്റെ മനസ്സ് പറയുന്നില്ല.
ഇതിൻ്റെ അകത്തൂടെ ഇങ്ങോട്ട് വലി. ബാക്കിലെത്തത് വലിയടാ. നിന്റെ കയ്യില് ഇത് വലിയ സെറ്റായി. ഇനി അത് കട്ടേ. ഇനി അത് ഇതാക്കണം. സബാഷ് ബേട്ടാ. എടാ ഇത് വലുതടാ. ചൂണ്ടയുടെ ഇതും ചെറുത്, ഇത് വലുത് ആണല്ലേ. തങ്കൂസാണ് സെറ്റാണ് ഇത്. ഓരോ സംഭവമുണ്ട്. അത് കിട്ടും. ഇതിനകത്തൊരു ഇത് എറിഞ്ഞുണ്ടായിരുന്നടാ, കയറ്റാൻ പറ്റുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ബോള് എറിഞ്ഞു. ഇത് സെറ്റല്ല. അല്ല അതെങ്കിലും വേണമായിരുന്നു. റീടേക്ക് ടേക്ക് ടു ആക്ഷൻ. ഒരു ത്രെഡ് നിന്റെ തങ്കൂസ് കിട്ടൂടാ. തങ്കൂസ് ആകുമ്പോൾ ഒട്ടിയിരിക്കും. തങ്കൂസ് അങ്ങനെ മുറുകളി. ഇത് വലിയ ഇതാ. അതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടിയുണ്ടെന്നും പറഞ്ഞു ഇത് വാങ്ങിച്ചത്. സംഭവം എന്താ അറിയാവോ, ഇതിനകത്ത് ഹോള് വരുന്നൊരു സാധനമുണ്ട്. അതിനകത്ത് ഇത് പറ്റും. അവൻ പോത്തില്ല, ഈ ഹോളിനകത്ത് ഇടന്നോളൂ. ഇതൊന്നും നടന്നില്ലെങ്കിൽ സാധാ കെട്ടങ്ങ് കിട്ടുക. പണ്ട് കിട്ടുന്നതാണ് അത്. ഇത് കണ്ടോ, ഇതാ ചെറുതാണ് ഇത്. ചെക്ക് ചെയ്ത് ഊരി വരുന്നു. കൊണ്ടുപോകും. ഊരി പോടാ. A few moments later. മറ്റേത് ഫ്ലോപ്പാണ്. നമ്മൾ വേറൊരു സാധനം കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും ഒന്നും വരാം. നല്ല അടിയുണ്ട്. നല്ല അടിയുണ്ട്. എടു ഇര അല്ല, അത് ഇതിനകത്ത് കൊടുത്തു. മണ്ടാമേര ഒരു കെട്ട്. ഇര അല്ലടാ, നീ അത് ഈ സാധനം അത് കെട്ടാടാ. നീ ഇര ഞൊളഞ്ഞോളഞ്ഞ സമയം ഉണ്ടാകും. ഏറെ അതിനകത്ത് കയറ്റിയിടുവല്ലിയാ. വിഷമിക്കണ്ട, വേറെ ടീംസ് വന്നിട്ടുണ്ട്. ഇത് ആരെങ്കിലും കാലേ കയറൂടാ. ഇങ്ങോട്ട് പോക്കറ്റ് ഇടാ. എവിടെ കയറുമെന്നറിയാം പോക്കറ്റ് ഇട്ടാ. അല്ല കൊരുക്കളി നീ പേടിയൊന്നുമില്ലേ? അതെന്തല്ലേ കൈ ഇത്രയും നാള് പിടിക്കാത്ത അതല്ലേ എന്താണൊക്കെ ഇഞ്ചാതിക്കാടാ. ഇഞ്ചാതെ എടുത്ത് ഞൊളയത് കണ്ടിട്ട് എടുത്ത് വായിലോട്ടിട്ട് തരുമല്ലോ. അല്ലേ 3 കൊരുക്കണല്ലേ ചേട്ടാ? ഈ സാധനം എന്റെ കൈ കയറൂടാ മിക്കവാറും. അതാ 3 കൊരുക്കണല്ലേ? നീ ഇത്ര ക്രൂരനായിരുന്നു പറയാ ഇൻഷാദ്. ദൈവങ്ങളെ ചുറ്റി ചുറ്റി അങ്ങ് കയറ്റി. അതില് ഒരു കയ്യിരുന്ന ചോളകളാണ്. ഇതപ്പം ബ്ലറാ കളി. ഏത് നല്ലപ്പം അവിടെ പോകുന്നില്ല. ആൾക്കാർ എത്ര നല്ലതൊന്നും അല്ല. ഇവിടെ അങ്ങനല്ലടാ. ഇനി അടുത്ത അത് നീ മൊത്തത്തിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കാണും. എടാ ഏരേളിയാ, പാമ്പല്ല. നീ പേടിക്കാതെ. ഇങ്ങനെ പേടിക്കല്ലേടാ. അല്ല കേറ്റിടാ. 2 ഹുക്ക് വീണു. നീട് സാധനം ഇട്. കേറ്റി ഒരെണ്ണത്തിലൂടെ കേറ്റി. ആ വലിയ അത് പിടിച്ചെടുത്ത് ഏതെങ്കിലും അകത്തോട്ട് കേറ്റി. അതിനകത്ത് ഹുക്ക് കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് എന്ത് പറ്റി? പണ്ട് കല്ലേര തോട്ടി കിടന്ന് എരയൊക്കെ പിടിച്ച് ചറ പറ മീൻ പിടിക്കുന്ന സാധക്കിന് ഇപ്പൊ ഫാമിലി മാൻ ആയപ്പോഴത്തേക്ക് ഇവരെ പണ്ടാൻ പൊളാനെ പിടിച്ചോണ്ട് കൈ കൊണ്ട് ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ നീ അതെ ഇത് സംബന്ധം ഇത് ഒരിടത്ത് ഇട്ടായിരുന്നടാ. ഇത് ചെയ്യണം, ആക്ഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ വലിച്ചോണ്ട് ഓടണേ. ഇത് അടിച്ചു കഴിഞ്ഞാലേ ഊരാൻ പാടാ. പത്തി ഇടല്ലേ, അതിനകത്ത് ചൂണ്ടയിരിക്കും. ഇങ്ങനെ നമ്മൾ ചൂണ്ട കമ്പി കിട്ടും. രണ്ടെണ്ണം ഉണ്ടോ നോക്കാം. ആ ഈ ചൂണ്ട കമ്പി നമുക്ക് എങ്ങനെയാണെങ്കിലും കെട്ടിയത് അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു പോരുന്ന മതി. വേറെ പരിപാടി ഉണ്ട്. ഒരു ചെറിയ ഇതിടാമെങ്കിലേ ഇതിനകത്തൂടെ കറക്കിയെടുക്കാം. ഞാൻ പൊട്ടിയാലും അതിനകത്ത് ഇടണം. സംഭവം എനിക്ക് തോന്നുന്നു എത്തൂടാ. സാധനമുണ്ട്. വേറെ കിഡ്സ് വന്നു മീൻ പിടിക്കാൻ. പിള്ളേര് വന്നു വേറെ കൊച്ചു പിള്ളേരൊക്കെ. അതിനകത്ത് കൊച്ചു പിള്ളേരൊക്കെ വന്ന് ഇട്ടുടനെ സ്പോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നു. പിള്ളേര് മറ്റേ കുപ്പിക്കാത്തടാ. ആ കുപ്പിക്കാത്തമാര് റാഡ് ചുറ്റിയേക്കുക. പിള്ളേർക്ക് പള്ളത്തി മതി. നമുക്ക് വരാലോ. നമുക്ക് വെള്ളം പൊട്ടിയാ വെള്ളത്തിൽ വേണം. നമുക്കൊരു ചെറിയ മാണത്തണിയെങ്കിലും ഇതിനകത്ത് നിന്ന് അടിച്ചു കിട്ടിയാ മതിയടാ. നീ പറയാനേ ഞങ്ങൾ ഉമ്മാടെ മറ്റേ ചട്ടിയും ഇരുമ്പ് എടുത്തുകൊണ്ടിരിക്കുക. മീനെ കണ്ടില്ല. എന്റെ മോനിപ്പോ വരും മീനുമായിട്ട്. വരാനെന്നോ പറഞ്ഞത്.
എന്തിന് പരിപാടിയുണ്ട് ഇത് കണ്ടോ എന്തൊക്കെ ഐഡിയകളാ. കുപ്പിക്കകത്ത് ചുറ്റാനാ? അതെന്തിനാടാ? കുപ്പിക്കകത്ത് ചുറ്റിട്ട് കൊടുത്തിട്ട് അവൻ അടിക്കൂടാ. എന്തൊക്കെയാ വേണം നിനക്ക്? അല്ലേ സാധനം കിട്ടി, മാറ്റിപ്പിടി മാറ്റിപ്പിടി. സാധനം കിട്ടി. മറ്റേ എര പോയാ അതിന്ന് വലിയ ഫുണ്ടാട്ടാ, ഇറങ്ങി ഉടനെ പോയി. നമ്മളങ്ങനെ ഇടാൻ പോട്ടോ. നിന്റെ കാല് കുരുങ്ങാതെ നോക്കിയോ സാധിക്കേ? ഓടാ പൊട്ടാ. അടിച്ചെങ്കില് സാധനം കേറിട്ട് എടാ പെട്ടെന്ന് എടുക്കാതെ. എടാ സംഭവം എരേ. എടാ എര നീളത്തി കിടക്കൂല്ലേടാ സാധിക്കേ? അപ്പൊ അതിൽ കടന്ന് പിടിക്കും. നമ്മളെ ഹുക്കി പിടിച്ചാലല്ലേ സാധനം കയറി വരൂ. അവനുള്ള മീനെല്ലാം കൂടെ അല്ല പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഇവന് ആരടാ മീൻ പിടിക്കാൻ കൊണ്ടുവന്നേ? ഇവനുള്ള മീനല്ലല്ലോ കൊച്ചു പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്ന. എന്തോടാ പ്ലാവലെ? ഇന്നത്തെ കഴിഞ്ഞു വണ്ടി എടു. അതൊക്കെയാ നീ നമ്മളെ പഠിപ്പിക്കല്ല. ഇനി കൊണ്ടുവാ. പ്ലാവല കിട്ടിയിരിക്കുന്നു ആദ്യമായിട്ട്. ഇങ്ങനെയൊക്കെ പ്ലാവലയല്ലല്ലോ, മട്ടേലല്ലേ ആമ്പലും. എടാ സംഭവം ആദ്യമേ അടിച്ചതേ ഇത് ഹുക്കിന്ന് പാതി ഇറങ്ങി കിടക്കൂല്ലേ? കിട്ടിയാ മതിയാ. ഇത് മിക്കവാറും 1 മണിക്കൂർ വീഡിയോ ആവും. കുഴപ്പമില്ല. പിന്നെ എത്ര മണിക്കൂർ വേണം വീഡിയോ? ആ ഷോട്ട് കിട്ടിയാലും ചൂണ്ടയൊക്കെ കെട്ടി നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മീൻ പിടിക്കും. എല്ലാവരുടെ പിടിക്കും നമ്മൾ. ഉറപ്പാണോ? എത്ര %? നീ എന്നാ മണ്ണര ടേസ്റ്റ് ചെയ്യുന്ന? അല്ല മീൻ കൊത്തുന്നില്ലെന്ന് പറയാം. മണ്ണരക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കിയതാണ്. ചൂണ്ട കെട്ടിയോ നീ? ഞാൻ കെട്ടിത്തന്ന മറ്റേ ചൂണ്ട എന്തിയേ? അതെടുത്തിട്ടാ. നീ കെട്ടിയ നിനക്ക് വേണോന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയതല്ലേ. ഒരു സൈഡിൽ നമുക്ക് കൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു കോഴി വശത്തിൽ നിൽക്കത്തോളം. കോഴി വശം കോഴിക്കോടുകളുണ്ട്. പിന്നെ ചാൻസ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. നമുക്ക് കൂടാം. അങ്ങനെ നമ്മളൊരു എമ്മണ്ട കമ്പനിനകത്ത് ചൂണ്ട ഇട്ടിട്ടുണ്ട്. അടിക്കുമെന്ന് നോക്കാം. One hour later. നല്ല അടിപൊളി ഒരു പണിയെ കിട്ടി. നല്ല സൂപ്പർ പണി കിട്ടി. പിടിയാ കളയതോ കണ്ട അവിടെ കുടുങ്ങിടാ. പൊക്കി ഇടയ്ക്കോട്ടിടാ. അതിനകത്ത് കുരുങ്ങിപ്പോ വിളിയാ. ഓ ഇൻഷാദ സീൻ. അത് പാന്റ് ഇല്ലടാ. എന്തിനാണ് ഓർഡറാ? അത് വലിച്ചോണ്ടാണെന്നാടാ. എടാ അങ്ങനെ ഓടാലടാ മണ്ട. ചേട്ടാ വെള്ളത്തിൽ മുങ്ങട്ടാ. അങ്ങനെ മീനാ
നല്ല വലിയ മീറ്റ് കാണട്ടെ മീറ്റിടാ വലിയടാ ഓക്കെ കര കയറ്റല്ല വേറെ എന്താ ഞാനാ സേവനവാരം നീരില്ലാത്തോണ്ടാ ഞാൻ ഇത് പിടിച്ചേ. ഷട്ടാ എന്ത് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു മീനെ കിട്ടിയെന്ന്. നീ ഇതെടുത്തൊന്ന് കുടഞ്ഞ മീനുണ്ടോ കിട്ടി. അവരെന്താ 20 മുതലാന്ന് നോക്കറാ. ഇൻഷാന ടി വി അളിയാ കാരട്ടെ നീ എന്താ ഉദ്ദേശിച്ചട്ടാ ഇത് 10ാമത്തെ നീ കൊടുക്കുന്ന മീനെ കിട്ടിയില്ല, പക്ഷെ അത് കിട്ടി. അത് റൊമാൻറ്റിക് ഇല്ലേ. രണ്ടാമത്തെ സമാധാനത്തില്ല കവർ നിറച്ച് കൊണ്ടുവന്ന സാധന ഇപ്പൊ നോക്കേ ഇനി എത്ര ഇല്ല ഇനി ഇതിനകത്ത്. നീ ഒരു പ്രദേശം മൊത്തം എടുത്തോണ്ട് വരാൻ. ഇവ ഒരു 10 ഉപ്പോണം കൊടുത്ത് ഇവ ഒരു ചൂണ്ടയ്ക്ക് അത് 10 താപ്പാടെ ഇട്ടിട്ട് അത് മൊത്തം കൊണ്ട് കുരുക്കി കളയുക. അതെല്ലാം എടുത്തോണ്ട് വരും. ചോറില്ലാത്ത മീനുകളാണ് അടിക്കുന്നതാണ്. എല്ലാവരും പ്രഹസന നമ്മ മീനൊന്നും കിട്ടാനല്ല. വീട്ടിലാതെ ഉമ്മ ചട്ടി എടുത്ത് വെച്ചോണ്ടിരിക്കുക എന്റെ മോനിപ്പോ മീനും കൊണ്ടുവരുമെന്ന് പറഞ്ഞോണ്ട്. കളിയാക്കൂലേ സത്യനം കണ്ടളിയാ. ഈ കുളം ഈ നീണ്ടടക്കുന്ന നദി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഡേ ഇവിടുത്തെ മീന് വയറിറച്ചിട്ട് ഒരു തവണ പോയിട്ടുണ്ട്. എടാ മണ്ട അത് എറിച്ചുകൊണ്ടാണ്ട് അത് ഇട്ടിട്ട് അങ്ങനെ ഓടുന്നത്. അങ്ങനെ വന്ന കാര്യം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നീ എത്ര പേർക്ക് മീൻ കൊടുത്തറ? ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തോളൂ. എന്നതാണ് കൂടുതൽ ഇത് ഇൻഷാദാ. നീ എത്ര പേർക്ക് മീൻ കൊടുത്തല്ലേ? മീന് ഫുഡ് എത്ര കൊടുത്തു? അതെ നീ മീന് കൊണ്ടുവന്ന മണ്ണര മൊത്തം കൊടുത്ത ഇൻഷാദാ. ഈ ഒരു സാധനത്തിനകത്ത് എത്ര 3-4 മണ്ണര ഒരുമിച്ച് കൊടുത്താൽ കൊടുത്തേക്കുന്നത്. സാധനം കിട്ടി അത് നമ്മള് എന്തായാലും അത് വെറുതെ അല്ല, നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അതന്നെ ഇവിടുത്തെ സ്ഥലം കൊള്ളടാ, സ്ഥലം പൊളി. അപ്പൊ ഇനി നേരെ നമ്മള് വീട്ടിലോട്ട് മതിയോ? കൊള്ളാം. അപ്പോൾ നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇവിടെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് കൂട്ടുകാരന്മാരിലിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം അവിടെ പോയി ഇരിക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പം ഇന്നത്തെ മീൻപിടുത്തം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മീൻപിടുത്തമൊന്നും പറയാൻ പറ്റത്തില്ല, അതെ നമ്മളൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഇതെൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണ്, അതായത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇത് എന്തായാലും തെറ്റ് കാണാതിരിക്കത്തില്ല, അതെനിക്കറിയാം. അപ്പം നമ്മളത് പയ്യെ മനസ്സിലാക്കി നമ്മളത് തിരുത്താതിരിക്കത്തില്ല, നമ്മളത് തിരുത്തും. കാര്യം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മൾക്ക് ഇമ്പ്രൂവ് ആയി നമ്മളത് പഠിച്ചു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നന്നാക്കാൻ നോക്കും. അപ്പം എന്താ പറയുക, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.